വീട്ടുപേര് തുർക്കി എന്നാണ്. വീട്ടിൽ 6 മക്കളിൽ ഞാൻ 3ാമത്തതാണ്. ബാക്കി എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. എനിക്കുമായിട്ട് പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാൻ സാഹചര്യം ഉണ്ടാവും. ഒരു മതപ്രഭാഷണത്തിൽ യേശു ക്രിസ്തു ദൈവമല്ല എന്ന് ഞാൻ പ്രസംഗിച്ചു, മുസ്ലിം മതപ്രഭാഷണത്തിൽ. ഞാൻ 13 വയസ്സ് മുതലേ പ്രസംഗിച്ചു തുടങ്ങിയ ഒരാളാണ്. നന്നായിട്ട് പ്രസംഗ ചാതുര്യം ഭയങ്കരമായിരുന്നു. 18ാം വയസ്സിൽ ഇതിങ്ങനെ അതും കണ്ണൂർ ജില്ലയിലെ ഒരു പള്ളിയിലാണ്, താഴത്തുവായെന്ന് പറയും, പയ്യന്നൂരിൽ പ്രസംഗിച്ചപ്പം ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, യേശു ദൈവം അല്ലെങ്കിൽ പിന്നെ അയാൾ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഒരാൾ ചോദിച്ചു, യേശു ദൈവമല്ലെങ്കിൽ പിന്നെ ആരാണ്? ഈ ചോദ്യം തലക്കടിച്ചുകൊണ്ടാണ് ഇയാൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയത് എന്നാണ് ഇയാൾ വിശദീകരിക്കുന്നത്. എന്തായാലും മാരിയോ ജോസഫ് എന്ന് പറയുന്ന ഇയാൾ നിരന്തരമായി കളവ് പറയുകയും ആ കളവ് ഇപ്പോഴും നിർബാധം തുടരുകയും ചെയ്യുന്നു എന്നതാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ പുതിയ അഭിമുഖത്തിലും വെളിപ്പെടുന്ന സത്യം. കാരണം ഖുർആനിൽ തന്നെ അയാൾ ഓതുന്ന ആയത്തിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് ഓതിയാൽ അല്ലെങ്കിൽ കുറച്ച് ഇപ്പുറത്തേക്ക് ഓതിയാൽ ആരാണ് ഈസാ നബി എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ബോധപൂർവം ഇയാൾ അത് മറച്ചു വെച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് മുന്നിൽ കളവ് പറയുകയാണ്. ഇതാണ് ഇയാളുടെ ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കാനുള്ള ഒരു ആയുധമായിട്ട് തുടക്കം മുതലേ ഇയാൾ കൊണ്ടു നടക്കുന്ന കാര്യം. യേശു ആരാണ് എന്നതിന് ഖുർആനിൽ ഉത്തരമില്ല എന്നാണ് ഇയാൾ പറയുന്നത്. കൃത്യമായിട്ട് വിശുദ്ധമായ ഖുർആൻ പല സ്ഥലത്തും പറയുന്നുണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ് എന്ന്. അത് മനസ്സിലാക്കാൻ ഇയാൾക്ക് അറിവില്ലാത്തത് കൊണ്ടോ ഖുർആൻ മുഴുവനായിട്ട് വായിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടോ ആണ് ഇത് സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് സൂറത്തുൽ മാഇദയിൽ പറയുന്നുണ്ട്, മൽ മസീഹ് ഇബ്നു മറിയം ഇല്ലാ റസൂലുൻ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതായത് മറിയമിൻ്റെ മകൻ മസീഹ് എന്നവർ ഒരു പ്രവാചകൻ മാത്രമാകുന്നു. ഖദ് ഖലത് മിൻ ഖബലിഹി റസൂൽ, അവർക്ക് മുമ്പും ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, ആ പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകൻ മാത്രമാണ്. വ ഉമ്മുഹു സിദ്ദീഖ, അവരുടെ മാതാവ് ഒരു സത്യസന്ധയായിരുന്നു. ഖാനായ കുലാനി ത്വാം, അവർ ദൈവമൊന്നുമായിരുന്നില്ല, അവർ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു എന്ന് സൂറത്തുൽ മാഇദയിൽ കൃത്യമായി പറയുന്നു. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല ആലി ഇമ്രാനിൽ പറയുന്നത് നോക്കൂ, ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം. ഈസാ നബിയുടെ ഉപമ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദം നബിയെ പോലെയാണ്. ഖലഖഹു മിൻ തുറാബ് സുമ്മ ഖാല ലഹു കുൻ ഫയക്കുൻ, മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിനോട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കുൻ, നീ ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാവുകയും ചെയ്തു എന്ന് സൂറത്ത് ആലി ഇമ്രാനിൽ പറയുന്നു. വീണ്ടും വിശുദ്ധമായ ഖുർആൻ ഈസാ നബി ആരാണെന്ന് വ്യക്തമാക്കുന്നു. ഇന്നമല്ലാഹു ഇലാഹും വാഹിദുൻ സുബ്ഹാനഹു അയ്യകൂന ലഹു വലദ്. ഈസാ നബി അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് പറഞ്ഞവർക്ക് മറുപടിയായിട്ടാണ് ഖുർആൻ ഇത് പറയുന്നത്. അള്ളാഹു അത്തരം കാര്യങ്ങളിൽ നിന്ന് പരിശുദ്ധനാണ്, അള്ളാഹുവിന് ഒരു സന്താനം ഇല്ല. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ് ലം യലിദ് വലം യൂലദ്, അവൻ പ്രസവിക്കപ്പെട്ടവനല്ല, അവൻ മറ്റൊരാൾക്ക് ജന്മം നൽകിയവനുമല്ല, അവന് ആരും ജന്മം നൽകിയതുമല്ല എന്ന് ഖുർആൻ വ്യക്തമായി പറയുകയാണ്. വേറൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നു, ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ റസൂലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. അതിനുശേഷം ഖുർആൻ 2 വാക്കുകൾ പറയുന്നുണ്ട്, വ കലിമതുഹു അൽഖാഹ ഇലാ മറിയം വ റൂഹും മിൻഹു എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ കലിമത്ത് എന്താണ് എന്ന് മനസ്സിലാക്കാത്ത സുലൈമാൻ, ഈ റൂഹ് എന്താണെന്ന് തഫ്സീറുകൾ നോക്കി മനസ്സിലാക്കാൻ സാധിക്കാത്ത സുലൈമാൻ അതിനെ കോട്ടി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. യേശു ദൈവമല്ലെങ്കിൽ യേശുവിനെ ആരാധിച്ചു. ഈ ആരാന്നുള്ള ചോദ്യം തലക്കടിച്ച ഞാൻ ഖുർആൻ വായിച്ചപ്പോൾ ഖുർആനകത്ത് പറഞ്ഞത് കലിമത്തുല്ലാഹി റൂഹുല്ലാഹി എന്ന വാക്കാണ്. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും. യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ ദൈവത്തിൻ്റെ വചനമാണ്, അവൻ ദൈവത്തിൻ്റെ ആത്മാവാണ്. അതിനെ മറിയാമിൻ്റെ ഉദരത്തിലിട്ടു, അതൊരു മനുഷ്യനായി ജനിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട വാക്ക്. അപ്പോൾ ഖുർആൻ പറയുന്നു യേശു ദൈവത്തിൻ്റെ വചനമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തെ ദൈവത്തിൽ നിന്ന് പിരിക്കാൻ പറ്റില്ല. കാരണം വചനം എന്ന് പറഞ്ഞാൽ ചിന്തയാണെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ചിന്തയാണ് യേശു എന്ന് പറഞ്ഞാൽ യേശുവിനെ ദൈവത്തിൽ നിന്ന് അങ്ങനെ പിരിക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ഒന്നാണ് ചിന്തിച്ചു.
അടുത്തത് റൂഹും മിനല്ലാഹ്, അള്ളാഹിൽ നിന്നുള്ള ആത്മാവാണ് പറഞ്ഞത്, ദൈവത്തിന്റെ ആത്മാവാണ്. അപ്പൊ ഞാൻ എൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് പോയ പിന്നെ ഞാനില്ലല്ലോ. അറബി ഭാഷയുടെ അർത്ഥം കൃത്യമായി ഗ്രഹിക്കാത്തത് കൊണ്ടും എന്താണ് ഇവിടെ റൂഹ് എന്നത് പറഞ്ഞതുകൊണ്ടും കലിമത്ത് എന്ന് പറഞ്ഞതുകൊണ്ടും ഉദ്ദേശം എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടോ ആണ് ഈ മാരിയോ ജോസഫ് ഇങ്ങനെയൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് റൂഹം മിൻഹു, റൂഹ് ഓഫ് അള്ളയല്ല, റൂഹ് ഫ്രം അള്ളയാണ് എന്ന് ഖുർആൻ പ്രത്യേകം പറയുന്നു. വറൂഹം മിൻഹു, ഇവിടെ ഇയാൾ റൂഹ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ റൂഹ് എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് അള്ളാഹുവിൻ്റെ റൂഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ആത്മാവ്, അള്ളാഹുവിൻ്റെ ആത്മാവാകുമ്പോൾ പിന്നെ ദൈവം തന്നെ അല്ലേ ഈസാ നബി എന്ന തെറ്റിദ്ധരിപ്പിക്കലാണ് ഇയാൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്നത് വറൂഹം മിൻഹു, ഫ്രം എന്നാണ് പറയുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? വറസൂലും മിൻഹു, അള്ളാഹുവിൻ്റെ ദൂതൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ വ മഹബ്ബത്തു മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള സ്നേഹം എന്നാണ് ആ റൂഹിൻ്റെ അർത്ഥം എന്ന് കൃത്യമായിട്ട് മുഫസ്സിറുകൾ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. മാത്രമല്ല അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെയാണ് അള്ളാഹു തആല പറയുന്നത് ഇന്നമൽ മസീഹ് ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹി വ കലിമത്തുഹു എന്ന് പറയുന്നത്. ഇവിടെ ഇയാൾ കലിമത്ത് എന്ന് പറഞ്ഞാൽ വാക്ക്, വാചകം എന്ന അർത്ഥമാണ് ഇയാൾ വെക്കുന്നത്. എന്നിട്ട് ആ വാചകം ഉണ്ടാവണമെങ്കിൽ ചിന്തയുണ്ടാവണം. അപ്പോൾ ആ ചിന്തയാണ്, അള്ളാഹുവിൻ്റെ ചിന്തയാണ് ഈസാ നബി എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ കലിമത്ത് എന്ന് പറഞ്ഞാൽ വാചകം, നമ്മൾ ഈ സംസാരിക്കുന്നത് പോലെയുള്ള വാചകം എന്നല്ല അതിൻ്റെ അർത്ഥം. കലിമത്ത് എന്ന് പറഞ്ഞാൽ വാചകത്തിൽ നിന്ന് ഉണ്ടായത് എന്നാണ് അർത്ഥം. അതായത് അള്ളാഹുവിൻ്റെ കലിമത്തും മനുഷ്യരുടെ കലിമത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി അള്ളാഹുവിൻ്റെ കലിമത്ത് തന്നെ കുൻ എന്നുള്ള കലിമത്ത്, ആ കലിമത്തിൽ നിന്ന് ഉണ്ടായതാണ് ഈസാ നബി എന്ന് കൃത്യമായിട്ട് ഇവിടെ മുഫസ്സിറുകൾ വിശദീകരിച്ചതായി കാണാം. അള്ളാഹുവിൻ്റെ കുൻ, നീ ഉണ്ടാവുക എന്നുള്ള കലിമത്തിൽ നിന്ന് ഉണ്ടായ ആളാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് രേഖപ്പെടുത്തിയതായി തഫ്സീറുകൾ രേഖപ്പെടുത്തിയതായി കാണാം. ലൈസൽ കലിമത്ത് സ്വാറത്ത് ഈസ, കലിമത്ത് ഈസയായി മാറിയതല്ല, മറിച്ച് എന്താണ് അവിടെ സംഭവിച്ചത്? വലാക്കിൻ ബിൽ കലിമത്തി സ്വാറ ഈസ, കുൻ എന്ന കലിമത്ത് കൊണ്ട് ഈസാ നബി ഉണ്ടാവുകയാണ് ചെയ്തത്. അതാണ് അവിടെ കലിമത്ത് എന്ന് പ്രയോഗിച്ചത് എന്ന് ഖുർആൻ വ്യാഖ്യാനിച്ച മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ കലിമത്താണ് എന്ന് പറയുകയും റൂഹാണ് എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഇന്നമൽ മസീഹ് ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലാണ്. ഇനി പറയാൻ പോകുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും അർത്ഥം ആ ഒരു വാചകത്തിൽ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ്. അള്ളാഹുവിൻ്റെ ദൂതനാണ്, മറ്റൊരു സ്ഥലത്ത് അള്ളാഹുവിൻ്റെ അടിമയാണ്, മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദം നബിയെ സൃഷ്ടിച്ചതുപോലെ ഞാൻ സൃഷ്ടിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ഈസാ നബി ആരാണെന്ന് എനിക്ക് പിടുത്തം കിട്ടിയില്ല, എന്നിട്ട് അതെൻ്റെ തലക്കടിച്ചു, മറിഞ്ഞു, ഉരുണ്ടോ എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മാരിയോ ജോസഫ്, നിങ്ങൾ ചെന്നുപെട്ടിട്ടുള്ളത് നിങ്ങളുടെ കളവ് കൊണ്ട് വലിയ ഗർത്തത്തിൽ വീണിരിക്കുകയാണ്. നിരന്തരമായി നിങ്ങളെ കളവ് പറയുന്നത് കൊണ്ടാണല്ലോ നന്ദി ദാറുസലാമിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആ കാലഘട്ടത്തിൽ നിങ്ങളെ പിടിച്ച് പുറത്താക്കിയത്. അതിനുശേഷവും നിങ്ങൾ ഈ കളവ് ഇങ്ങനെ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കളവ് പറയുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുകയും ഇതൊക്കെ വായിക്കാൻ അറിയുകയും ചെയ്യുന്ന ആളുകൾ എല്ലാ സ്ഥലത്തുമുണ്ട്, നിങ്ങളുടെ വാക്കുകളൊക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം, നിങ്ങളുടെ ഈ അഭിമുഖമൊക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധമെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ? തുടർന്നുകൊണ്ട് അയാൾ പറയുന്ന ചില തെറ്റിദ്ധരിപ്പിക്കൽ കൂടെ നമുക്ക് നോക്കാം. ഈ ചിന്തയിൽ ഖുർആൻ വായിക്കുമ്പോൾ ഖുർആൻ 10:94 ഫഇൻ കുന്തും ഫീ ശക്കിൻ മിമ്മാ അൻസൽനാ ഇലൈക ഫസ്അലിൽ ലദീന യഖറഊനൽ കിതാബ മിൻ ഖബ്ലിക്, നിനക്ക് ഖുർആനിൽ സംശയം ഉണ്ടെങ്കിൽ ഖുർആനിന് മുമ്പുള്ള വേദം വായിച്ച ആളുകളോട് പോയി ചോദിച്ചാൽ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിച്ചാൽ മനസ്സിലാവും. അതായത് നമ്മളിറക്കിയ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് സംശയമാണെങ്കിൽ മുമ്പിറക്കിയ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ നിങ്ങൾ പോയി വായിച്ചാൽ മനസ്സിലാകും എന്ന് പറയുമ്പോൾ അതായത് ബൈബിൾ എന്നയാൾ അതിനെ കൽപ്പിക്കുകയാണ്, കൽപ്പന കൊടുക്കുകയാണ്, അർത്ഥകൽപ്പന ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ബൈബിൾ എന്താണ്? ഇഞ്ചീൽ ഏതാണ്? ബൈബിളും ഇഞ്ചീലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇഞ്ചീൽ പോയി വായിക്കാനാണ് പറയുന്നത്. അതിൽ പറയുന്നുണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണെന്ന്, ദൈവമല്ല എന്നും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പുത്രനല്ല എന്നും
അള്ളാഹുവിൻ്റെ അടിമ മാത്രമാണെന്നും റസൂലാണെന്നുമൊക്കെ ഇഞ്ചീലിൽ തന്നെ പറയുന്നുണ്ട്. അതനുസരിച്ചായിരുന്നു മുൻഗാമികളായ ഇഞ്ചീലിൻ്റെ ആളുകൾ ജീവിച്ചു വന്നിരുന്നത്. പിന്നീട് ആ ഇഞ്ചീലിനെ മാറ്റിമറിച്ച് ബൈബിളാക്കി. ബൈബിളാക്കുന്നതിന് മുമ്പ് തന്നെ എത്രയോ മാറ്റിമറിക്കലുകൾ നടത്തിയിട്ടുണ്ട്. ബൈബിൾ ആക്കിയതിന് ശേഷം 80ഓളം തവണ ബൈബിൾ തിരുത്തിയിട്ടുണ്ട് എന്ന് മലയാള മനോരമയിൽ ഇവരുടെ ഔദ്യോഗികമായിട്ടുള്ള ആളുകൾ തന്നെ രേഖപ്പെടുത്തിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിവർക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. ബൈബിൾ തന്നെ 80 ചില്ലാനം തവണ തിരുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ബൈബിൾ ആക്കുന്നതിന് മുമ്പ് എത്ര വട്ടം തിരുത്തിയിട്ടുണ്ടാകും? അപ്പോൾ ഇഞ്ചീൽ എന്ന ഗ്രന്ഥവും ബൈബിളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരിക്കലുമില്ല. ബൈബിൾ ആരാണ് രചിച്ചത് എന്ന് അവർക്ക് തന്നെ അറിയാം. അതിലെ മത്തായി സുവിശേഷം, മറ്റുള്ള സുവിശേഷങ്ങളൊക്കെ ഓരോരുത്തരുണ്ടാക്കിയതാണ് എന്നുള്ളത് സുവ്യക്തമാണ്. അത് അള്ളാഹുവിൽ നിന്നിറക്കിയ ഇഞ്ചീലല്ല ബൈബിൾ എന്ന് പറയുന്നു. അപ്പോൾ ഇയാൾ അവിടെയും അതിനെ കോട്ടി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ബൈബിൾ വായിക്കാനല്ല പറഞ്ഞത്, ഇഞ്ചീൽ പോയി വായിക്കാനാണ് പറഞ്ഞത്. ഇഞ്ചീലിൽ, യഥാർത്ഥ ഇഞ്ചീലിൽ ഇപ്പോഴും ഉണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ്. അതാണ് ഈ ഖുർആനിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇഞ്ചീൽ നിങ്ങൾ വായിച്ചോളൂ എന്ന് ധൈര്യസമേതം ഖുർആൻ പറയാനുള്ള കാരണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇയാൾ ഇതൊക്കെ കോട്ടിമാറ്റിയാൽ ഇയാളെ വിചാരം ഇതൊക്കെ ഇയാൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്, ഇതൊന്നും അറിയുന്ന ആളുകൾ മറ്റാരും ഇല്ല എന്ന് പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ ചെയ്താൽ മറ്റാർക്കും ഇത് മനസ്സിലാകില്ല എന്നാണ് ഇയാളുടെ ധാരണ. അപ്പോൾ ഇയാൾ ഈ പറയുന്ന ഇത്രയും പ്രകടമായ കളവ് പറയുന്ന ഇയാൾ മറ്റു കാര്യങ്ങളിൽ എന്തെല്ലാം കളവ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇയാളുടെ ട്രസ്റ്റും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇപ്പോഴത്തെ വിവാദത്തിൽ ഇയാൾ ഇങ്ങനെ ഒരു ഗർത്തത്തിൽ അകപ്പെടാനുള്ള കാരണം നിരന്തരമായ ഇയാളുടെ കളവിൻ്റെ സഞ്ചാരം തന്നെയാണ് എന്ന് വ്യക്തം. അള്ളാഹു സൽബുദ്ധി നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.